ശ്രീ എൻ ശ്രീകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, വളരെ ആത്മവിശ്വാസത്തോടെ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയൊക്കെ ഈ പാർട്ടിക്ക് കൂട്ടായുണ്ട്. ആ സമയത്ത് മുതിർന്ന നേതാക്കൾ ഇങ്ങനെ ശാഠ്യം പിടിക്കുമ്പോൾ ഒരു MP-ക്ക് അവസരം കൊടുക്കുക എന്ന് പറയുമ്പോൾ കെ സുധാകരൻ ഒരു സാധാരണ MP മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവാണ്. അതൊക്കെ ഇരിക്കലും ഒരു മാതൃകയാവേണ്ട ആൾ തന്നെ ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നു, പരസ്യമായി തന്നെ പ്രതികരിക്കുന്നു, എനിക്ക് മത്സരിച്ചേ മതിയാവൂ എന്ന് പറയുന്നു. നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ഉടൻ നേതാക്കൾ അവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അങ്ങനെ കണ്ണൂരുമായുള്ള വൈകാരിക ബന്ധം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് അങ്ങ് കണ്ടു കാണുമല്ലോ. ആ പോസ്റ്റിനെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇന്നത്തെ കേസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹം കണ്ണൂരിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഹൃദയബന്ധമാണ് വിശദീകരിച്ചിരിക്കുന്നത്. അത് വെറുതെ ഹൃദയബന്ധം വിശദീകരിച്ചു എന്നാണ് എൻ ശ്രീകുമാറിനെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കരുതുന്നത് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. പറഞ്ഞു വരുന്ന വഴിയിൽ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് വിശദീകരണം ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞു തുടങ്ങുന്നില്ലല്ലോ. അതായത് അതിന്റെ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം, ഞാൻ പറയാം. അതായത് ശ്രീ കെ സുധാകരൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കണ്ണൂരുമായിട്ടുള്ള ഹൃദയബന്ധവും അതിലെ സഹപ്രവർത്തകരെ അദ്ദേഹം സംരക്ഷിക്കുന്നതും അങ്ങനെയുള്ളൊരു മാർക്സിസ്റ്റ് വിരുദ്ധമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന്റെ ഉദ്ദേശമൊക്കെ നമുക്ക് മനസ്സിലാകും. കാരണം അതൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പൊ ഇടാൻ തക്കവണ്ണം പ്രത്യേകിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയമായ എന്തെങ്കിലും CPM അതിക്രമമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പില് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുള്ള ശ്രീ കെ സുധാകരന്റെ ആഗ്രഹത്തിന്റെ ഒരു പശ്ചാത്തലം ഒരുക്കാനാണ്. അത് അദ്ദേഹത്തിന്റെ അണികളൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ പറഞ്ഞു കേട്ടൊരു തീരുമാനം MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളതാണ്. MP-മാരും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം വരാൻ കാരണം കോൺഗ്രസിന് ലോക്സഭയിൽ ഇപ്പോൾ 100 MP-മാരുണ്ട്. അതിൽ 18 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇവര് വീണ്ടും ഇവിടെ മത്സരിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനും UDF-നും അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ജനങ്ങൾ ചില കോൺഗ്രസ് നേതാക്കളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഒരു പൊതുസമൂഹം മുന്നിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു പേര് BD സതീശന്റെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് പേര് മത്സരിക്കുമ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടിപിടിയാകും എന്നുള്ള ഒരു ചിന്ത വരും എന്നതുകൊണ്ടായിരിക്കാം AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള MP-മാരോടും ആരും മത്സരിക്കേണ്ട തീരുമാനമെടുക്കുക. പക്ഷെ ശ്രീ കെ സുധാകരൻ എന്നൊരു പ്രത്യേക സ്വഭാവം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിച്ചേ പറ്റൂ എന്നൊരു തീരുമാനം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ നിന്നും മടങ്ങി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കൊണ്ട് സുധാകരൻ മത്സരിക്കണമെന്നില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം മറ്റൊരു രീതിയിൽ പ്രകടമാക്കിയിരിക്കുകയാണ്. ഇത് ഒരു നല്ല കാര്യമല്ല, നല്ല പ്രവണതയല്ല. കാരണം എന്ന് വെച്ചാൽ UDF അധികാരത്തിൽ വരുമെന്ന് വ്യക്തമായൊരു സാഹചര്യം നിലനിൽക്കെ ഇങ്ങനെയൊരു മുതിർന്ന നേതാവ് ഒരു FB പോസ്റ്റ് ഇടുന്നത് ഒരു ചർച്ചയ്ക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് G സുധാകരനെ പോലുള്ള CPM നേതാക്കൾ ആലപ്പുഴയിൽ നിന്നും പാർട്ടി വിട്ട് വരിക, CPM-ൽ ഒരുപാട് പേർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക, അതുപോലെ തന്നെ തദ്ദേശ ഇലക്ഷനിൽ UDF-നുണ്ടായ വിജയം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പാടില്ല. പക്ഷേ ഇതൊരു വേറെ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഇഷ്യൂ ഒന്നും ആവില്ല. കാരണം എന്താ വെച്ചാൽ, കേരളത്തിലെ ജനങ്ങളെ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് മുമ്പാണിത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിന് ശേഷമാണെങ്കിൽ ഇതൊരു വലിയ പൊട്ടിത്തെറിന്നൊക്കെ പറയാം. പക്ഷെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. നാളെ